സാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഇത്ര ധൈര്യം നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത്? നിങ്ങൾ ആരുടെ മുന്നിലാ നിൽക്കുന്നതെന്നറിയോ? 1 മിനിറ്റ് മതി, വെറും 1 മിനിറ്റ്. നിങ്ങളുടെ ഈ മുഴുവൻ ഷോപ്പും നിങ്ങളെയും വാങ്ങാൻ. മുൻഷിജിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ ഷോപ്പ് കീപ്പർ ഷോപ്പ് ഓണറിനെ നോക്കി. ഓണർ ഇതിനോടകം തന്നെ ഗൗതമിന്റെ സ്റ്റാറ്റസും പവറും തിരിച്ചറിഞ്ഞിരുന്നു. പുറത്തേക്ക് ഒരു സാധാരണ മനുഷ്യനായി തോന്നുന്ന ഗൗതമിന്റെ യഥാർത്ഥ സത്യം മറ്റൊന്നായിരുന്നു. പോയി പണം എടുത്തു വെച്ച ബാഗ് കൊണ്ടുവാ. കുറച്ചു നേരത്തിനുള്ളിൽ ബാഗ് എത്തിച്ചു. ബാഗ് മുഴുവൻ പണം നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും അതിശയിച്ച് വായ തുറന്നു നിന്നു. മറുവശത്ത് ഷോപ്പ് ഓണറിന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം അവൻ ഗൗതമിന്റെ കാലിൽ വീണു. രാജ, ദയവായി ക്ഷമിക്കണം സാർ. എനിക്ക് തെറ്റുപറ്റിയതാ. ദയവായി എനിക്ക് മാപ്പ് തരണം. മിസ്റ്റർ സെയിൽസ്മാൻ, ഇനി പറയ്, നിങ്ങൾക്ക് എന്റെ സ്റ്റാറ്റസ് അറിയണ്ടേ? ക്ഷമിക്കണം സാർ, ഞാൻ അറിയാതെ ചെയ്തതാ. ദയവായി ക്ഷമിക്കണം. ശരി, ഇത്തവണ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഇനി മുതൽ ആരെയെങ്കിലും നിങ്ങൾ പരിഹസിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതരുത്. ഇത് പറഞ്ഞ് ഗൗതം ഗാർഡ്സിനെ നോക്കി സിഗ്നൽ നൽകി. കുറച്ചു മുൻപ് ഗൗതമനെ പരിഹസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അവനെ വേറൊരു റെസ്പെക്ട് കൊണ്ട് നോക്കുകയായിരുന്നു. ഇപ്പോ എന്റെ വൈഫിന് ഇഷ്ടമായിരുന്ന ആ നെക്ലസ് എടുത്ത് കാണിക്കേ. യെസ്, തീർച്ചയായും. എന്താ ഈ നോക്കി നിൽക്കുന്നേ? അത് വേഗം എടുത്തുകൊണ്ട് വരൂ. ഗൗതം ആ നെക്ലസ് നോക്കി ചെറുതായി ചിരിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൻ ഷോപ്പിൽ നിന്ന് നിരവധി എക്സ്പെൻസീവ് ജ്വല്ലറി വാങ്ങി. ഇത് കണ്ടപ്പോൾ ഷോപ്പ് ഓണേഴ്സ് എല്ലാം അത്ഭുതത്തോടെ നിന്നു. ശരി, മുൻഷിജി വരൂ. മുൻഷിജി, ഈ ജ്വല്ലറി എല്ലാം നന്നായി പാക്ക് ചെയ്യും. കൂടാതെ കുറച്ച് എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൂടി ചേർക്ക്. നാളെ അവനിയുടെ കസിന്റെ വെഡിങ് ആണ്. അവൾക്ക് ആരുടെയും മുന്നിൽ നാണം കെടേണ്ടി വരരുത്. അതിനാൽ ഈ ഗിഫ്റ്റ് എല്ലാം അവനിയുടെ പേരിൽ അവിടെ എത്തിച്ചു കൊടുക്കണം. ആ പിന്നെ ആ ബ്ലൂ കളർ ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ശരി സർ, അത് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവനിക്ക് ഗിഫ്റ്റ് ചെയ്യും. ശരി സർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. ചെറിയ വായിൽ വലിയ വാക്ക് പറയുകയല്ല. പക്ഷേ സർ, സത്യങ്ങളൊന്നും അവനോട് പറയാത്തതെന്താ? ഞാൻ പറയും മുൻഷിജി, പക്ഷെ ഇപ്പൊ ശരിയായ സമയമല്ല. സമയം വന്ന ഞാൻ തന്നെ പറയും. അത് ശരിയാ. നിങ്ങളുടെ ഇൻലോസ് നിങ്ങൾ രാഞ്ചൂറിലെ രാത്തോറാണെന്നറിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളെ അവനോട് ഡിവോഴ്സ് ചെയ്യാൻ അനുവദിക്കില്ല. ശരി മുൻഷിജി, ഞാൻ പോട്ടെ. ഗൗതം ഒന്നും പറഞ്ഞില്ല. പക്ഷേ മുൻഷിജി പറഞ്ഞ വാക്കുകൾ അവനെ സന്തോഷിപ്പിച്ചില്ലെന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. എളുപ്പമുള്ള പൂക്കളുടെ വഴിയിൽ അവൻ എന്തുകൊണ്ടാണ് ഈ മുള്ളുകളുള്ള വഴി തിരഞ്ഞെടുത്തതെന്ന് മുൻഷിജിക്ക് മനസ്സിലായില്ല. വെജിറ്റബിൾസ് വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം ഇല്ലാതായി. വീട്ടിൽ ഇതിനോടകം തന്നെ മറ്റൊരു തർക്കം തുടങ്ങിയിരുന്നു. ഗീത ഗൗതമിനെ കാത്തിരിക്കുകയായിരുന്നു. വാ വാ വാ, വരൂ മഹാരാജാവേ. പച്ചക്കറി വാങ്ങാൻ നീ വേറെ രാജ്യത്തേക്കാണോ പോയത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഞാൻ... മിണ്ടാതിരിക്കെ. ഇന്ന് എന്റെ മകള് നീ കാരണം ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കിട്ടും. മുജ്ജന്മത്തിലെ ഏത് പാപത്തിനാണാവോ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവനി,
ഇപ്പൊ തന്നെ നീ ഇവനെ ഡിവോഴ്സ് ചെയ് പ്ലീസ് അവനി. മോം, വീണ്ടും ഇത് തുടങ്ങണ്ട. ഈ തവണ ഗൗതമിന്റെ തെറ്റല്ല. പക്ഷെ ഓരോ ദിവസവും ഈ ഡിവോഴ്സ് എന്ന വാക്ക് കേട്ട് ഞാൻ മടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവനെ കണ്ടാൽ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നു. ദൈവമേ, ഒന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്ക്. ഇവക്കിപ്പൊ ഞാൻ പറയുന്നതൊന്നും കേക്കണ്ട. ഇന്നും അവളുടെ പിന്നാലെ എത്രയോ ബോയ്സ് നടക്കാണ്. പക്ഷേ ഗീതയുടെ കരച്ചിലും ഡ്രാമയും പുതിയ കാര്യമല്ല. ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവനെയെ സമ്മർദ്ദത്തിലാക്കുന്നത് അവൾക്ക് പതിവായിരുന്നു. ഗൗതം, നീ കിച്ചണിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്ക്. അമ്മയെ ഞാൻ ഡീൽ ചെയ്യാം കേട്ടോ. വായിക്ക് രുചിയുള്ള വല്ലതും ഉണ്ടാക്കണം. പിന്നെ സിങ്കിൽ ഒരു പാത്രം പോലും ഞാൻ കാണാൻ പാടില്ല. ഓ. അടുത്ത നിമിഷം തന്നെ ഗൗതം കിച്ചണിലേക്ക് പോയി. പക്ഷേ ഗീതയുടെ കോപം ഇപ്പോഴും മാറിയിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണീരും നിറഞ്ഞിരുന്നു. മോം, മോം, അമ്മ ഓവർ തിങ്ക് ചെയ്യുന്നതാ. അങ്ങനെ ഒന്നുമില്ല. പ്ലീസ് മോളെ, പ്ലീസ്. ഇനിയും വൈകിട്ടില്ല. പിന്നെ പിന്നെ നീ ഇതിനെ റിഗ്രറ്റ് ചെയ്യും. ഇന്ന് തന്നെ നീ അവനെ ഡിവോഴ്സ് ചെയ്യും. പ്ലീസ് മോളെ. വീണ്ടും അതേ കാര്യ പറയുന്നത്. ഞാനിനി അമ്മ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഗൗതമനെ ഡിവോഴ്സ് ചെയ്യില്ല. ഇത് ഫൈനലാ. മോളെ, ദയവായി ഇത് മനസ്സിലാക്ക്. അവനി, അവനി. പോക്കറ്റിൽ പണമില്ല, പക്ഷെ വിലയേറിയ സാധനങ്ങൾ കാണാൻ മാത്രം വരുന്ന ആളുകളുണ്ടെന്ന് ഒരിക്കൽ ഞാനൊരു വാർത്ത കേട്ടിരുന്നു. ഇന്ന് അവനെ ഡിവോഴ്സ് ചെയ്യാൻ നിരസിച്ചെങ്കിലും ജ്വല്ലറി ഷോപ്പിൽ നേരിട്ട അപമാനം അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഗൗതം റൂമിലേക്ക് വന്ന ഉടൻ സാൻഡ്വിച്ച് ഉള്ള പ്ലേറ്റ് വെച്ച് അവനെയെ നോക്കി. അവനെ, ഗിഫ്റ്റിന്റെ കാര്യം ആലോചിച്ച് നീ അധികം വിഷമിക്കണ്ട. ഞാൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. നീ അറേഞ്ച് ചെയ്യൂ. എങ്ങനെ? ഒന്നും ചെയ്യണ്ട. മിണ്ടാതെ ബെഡ് എടുത്ത് താഴെ പോയി ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഗിഫ്റ്റ് വാങ്ങാൻ കഴിയാത്തതിന്റെ കോപം അവനിയുടെ ശബ്ദത്തിൽ വ്യക്തമായിരുന്നു. പക്ഷേ ഗായത്രി ദേവിക്കായി ഗൗതം ഇതിനോടകം തന്നെ പല ഗിഫ്റ്റ്സും വാങ്ങിയിട്ടുണ്ടെന്ന കാര്യം അവൾക്കറിയില്ലായിരുന്നു. അത് കാണുമ്പോൾ നാളെ അവന് വലിയ ഷോക്കാകാനിരിക്കുകയാണ്. അവന് ഒരു സ്റ്റണ്ണിംഗ് ബ്ലൂ ഡ്രസ് ധരിച്ചിരുന്നു. അത് അവളുടെ സൗന്ദര്യം കൂടുതൽ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മിറർ വഴി ഗൗതം അവളെ വീണ്ടും വീണ്ടും നോക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഗൗതം കാർ അഗർവാൾ മാൻഷന്റെ മുന്നിൽ പാർക്ക് ചെയ്തു. പുറത്തു നിന്നിരുന്ന എക്സ്പെൻസീവ് കാസും വീട്ടിലെ ഡെക്കറേഷൻസും കണ്ടാൽ തന്നെ അഗർവാൾ ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും പാർട്ടിക്കെത്തിയെന്ന് മനസ്സിലാകുമായിരുന്നു. അവർ വീടിനകത്ത് കയറുന്ന ഉടൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരെ നോക്കി തുടങ്ങുകയായിരുന്നു. ചിലർ ഗൗതമിനെ കണ്ട് ചിരിക്കുകയും തമാശ പറയുകയും ചെയ്തു. ചിലർ അവനെ കണ്ടയുടൻ തന്നെ മുഖം തിരിച്ചു. ഗീതയും അനിലും ഗായത്രി ദേവിയെ കാണാൻ അവരുടെ റൂമിലേക്ക് പോയി. കാരണം എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും അവിടെയാണ്. അവർ പോയതോടെ അവനെയും ഗൗതമിൽ നിന്ന് മാറി ബാത്റൂമിലേക്ക് നടന്നു. പാർട്ടിയിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും ഗൗതമിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഗൗതമനൊപ്പം നിൽക്കുമ്പോൾ ആളുകളുടെ ഗോസിപ്പ് കേൾക്കേണ്ടി വരാതിരിക്കാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. പക്ഷേ റൂമിന്റെ പുറത്തെത്തിയ ഉടൻ അവന് തന്റെ മുത്തശ്ശിയുടെ കോപഭരിതമായ ശബ്ദം കേട്ടു. എന്താ നിങ്ങൾ കൊണ്ടുവന്നത്? കുറഞ്ഞത് 5 ലക്ഷം രൂപ വിലയുള്ള നെക്ലേസ് കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതാണോ കൊണ്ടുവന്നത്? പണമില്ലെങ്കിൽ ആ യൂസ്ലെസ്സിനെ വല്ല ജോലിക്കും വിട്ടൂടെ? ദിവസം മുഴുവൻ അവൻ വീട്ടിൽ വെറുതെ ഇരുന്ന് റൊട്ടി ഉണ്ടാക്കിയല്ലാതെ വേറെ എന്ത് ഉപകാരം അവനെ കൊണ്ടുള്ളത്?
മുത്തശ്ശി, എന്താ സംഭവിച്ചത്? അമ്മയും അച്ഛനെയും ഇത്രയും പറയാൻ അവരെന്താ ചെയ്തത്? അവനയുടെ കോപമുള്ള ശബ്ദം കേട്ട് ഗായത്രി നെക്ലസ് അവൾക്ക് നേരെ എറിഞ്ഞു. എന്റെ മുന്നിൽ ഇത്ര ശബ്ദം ഉയർത്താൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? ഇന്ന് ഷനായുടെ എൻഗേജ്മെന്റാ, അതും നഗരത്തിലെ ഏറ്റവും വലിയ ഫാമിലിയുമായിട്ട്. അപ്പോ അവര് നിന്റെ മകൻ എന്ത് ഗിഫ്റ്റാ തന്നതെന്ന് ചോദിച്ചാ ഞാൻ എന്താ അവരോട് പറയാ? എന്തു മറുപടി നൽകും ഞാൻ? ഈ പൊളിഞ്ഞ ഗിഫ്റ്റ് ആണെന്നോ? ഇത് കേട്ട് അവനെ എന്തോ പറയാനായി മുന്നോട്ട് വന്നു. പക്ഷേ അനിൽ കൈകൊണ്ട് അവളെ തടഞ്ഞു. ഇപ്പൊ വേണ്ട. കാരണം ഗായത്രി ദേവിയുടെ കോപം എങ്ങനെയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. മുത്തശ്ശി, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. പക്ഷെ നിങ്ങളുടെ പരാതികൾ ഒരിക്കലും അവസാനിക്കില്ല. ഈ നെക്ലേസ് 60,000 രൂപ വിലയുള്ളതാ. ഞങ്ങൾക്കത് വലിയ പണമാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന് വിലയില്ല. എളുപ്പത്തിൽ നിങ്ങളത് എടുത്തെറിഞ്ഞു. ഗായത്രി ദേവിയുടെ മുഖം ഇപ്പോൾ കോപത്തിൽ കത്തിക്കൊണ്ടിരുന്നു. അടുത്തു വെച്ചിരുന്ന ചായക്കപ്പ് അവൾ എടുത്തു. കോപത്തിൽ അതിലെ ചൂടുള്ള ചായ അവനിയുടെ മേലെറിയാൻ അവൾ കൈ ഉയർത്തി. അവനെ ഉടൻ തന്നെ രക്ഷപ്പെടാൻ മുഖം തിരിച്ചു. അതേ നിമിഷം കപ്പ് പൊട്ടുന്ന വലിയ ശബ്ദം അവൾ കേട്ടു. അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവളുടെ മുന്നിൽ ഗൗതം നിൽക്കുകയായിരുന്നു. ഗായത്രിയുടെ കൈ പിടിച്ച് കപ്പ് മതിലിലേക്ക് എറിഞ്ഞത് അവനായിരുന്നു. നീയോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഓക്കെ അല്ലേ? ഗായത്രി ദേവി കോപത്തോടെ ഗൗതമനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് പുറത്തുനിന്ന് ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടു. മുത്തശ്ശി, കരൺവീർ അങ്കിൾ വന്നിട്ടുണ്ട്, വേഗം വരൂ. കരൺവീർ എന്ന പേര് കേട്ടയുടൻ ഗായത്രി ദേവിയുടെ കോപം ഒരു നിമിഷം അപ്രത്യക്ഷമായി. കാരണം അവളുടെ കണ്ണിൽ കരൺവീർ അവളുടെ ഏറ്റവും അഭിമാനമുള്ള മകനായിരുന്നു. ഗായത്രി ദേവി കരൺവീറിനെ കാണാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വില കൂടിയ സ്യൂട്ട് ധരിച്ച 6 അടി ഉയരമുള്ള ഒരാൾ അകത്തേക്ക് കയറി വന്നു. അമ്മ എങ്ങോട്ടാ? ഞാൻ നിങ്ങളെ കാണാനാണ് വന്നത്. ഓ, ചേട്ടനും മുഴുവൻ ഫാമിലിയായി എത്തിയല്ലോ. വലിയ പാർട്ടീസ് ഒന്നും ചേട്ടൻ അറ്റൻഡ് ചെയ്യാറില്ലെന്നാ ഞാൻ കരുതിയത്, അല്ലേ ചേട്ടാ? അയ്യോ, അതൊന്നും പറയണ്ട. നോക്ക്, വെറും 60,000 രൂപ വിലയുള്ള ഒരു പാഴ് നെക്ലേസ് കൊണ്ടുവന്നിരിക്കേ ഇവര്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഷനായയുടെ മാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? നാളെ അവൾ അന്യമായ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ഈ ഗിഫ്റ്റ് കാരണം അവൾ എത്ര പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയോ? അങ്കിൾ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? നിങ്ങളുടെ കുടുംബത്തിന് ധാരാളം പണം ഉണ്ടാവുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വില കൂടിയ കാറ് പോലുള്ള ഗിഫ്റ്റ്സ് കൊടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പണം മുഴുവൻ മുത്തശ്ശന്റേതാണെന്ന് മറക്കരുത്. നിങ്ങൾ അതിലൊന്നും സമ്പാദിച്ചിട്ടില്ല. എന്നാൽ എന്റെ അച്ഛന്റെ കാര്യോ? അഗർവാൾ ഹൗസിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോ മുത്തശ്ശി പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്നും തന്നിട്ടില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? എന്താ നീ പറഞ്ഞത്? എന്റെ പ്രോപ്പർട്ടിയിലെ പണം ഞാൻ പിടിച്ചു വെച്ചെന്നോ? എന്റെ മക്കളെ ഞാൻ വേർതിരിച്ച് കാണുന്നുവെന്നാണോ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെ മുത്തശ്ശി, നിങ്ങൾ നിങ്ങളുടെ 2 മക്കളെയും വേർതിരിച്ച് കാണുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത പക്ഷം നിങ്ങൾ തന്നെ നോക്ക്. അച്ഛന്റെ കമ്പനി ഷെയർ എവിടെ പോയി? അതും ഇപ്പൊ ബാക്കിയുള്ളവർ സുഖിക്കുന്നില്ലേ? വെറുതെ വർത്താനം പറയുന്നത് നിർത്ത്. ഇന്ന് എത്ര സന്തോഷമുള്ള ദിവസാ. ഇത്തരത്തിലുള്ള യൂസ്ലെസ് കാര്യങ്ങളിൽ എന്തിനു സമയം കളയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കൂടെ വാ. ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഷനായയും താഴേക്ക് വിളിച്ചിട്ടുണ്ട്. ശരി, വരാം. പക്ഷേ ഇതിവിടെ തീരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം. എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ കാത്തിരുന്ന് കണ്ടോ. വരൂ അമ്മേ. ഇനി ഗായത്രി ദേവി എന്താണ് ചെയ്യാൻ പോകുന്നത്? പാർട്ടിയിൽ മുൻഷിജി എത്തിയാൽ എന്താണ് സംഭവിക്കുക?
ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ കാണൂ റോയൽ വാരിയേഴ്സ് പോക്കറ്റ് FM-ൽ മാത്രം. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.